ആ ബിഗ് ബോസിൽ കാണിക്കുന്നത് തന്നെയാണ്. ആ ഹ്യൂമറും ടോക്സും ബിഗ് ബോസിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന്. അപ്പം ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് ആണെങ്കിൽ അഖിൽമാരാർ തന്നെയാണ്. ശരിക്കും അഖിൽമാരാർ ഒരു പാവമാണോ? പാവം തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഉറച്ചിരിക്കുന്നത്. അല്ലാണ്ട് നോക്കിയാൽ പുള്ളി ഒരു പാവം തന്നെയാണ്. ഭയങ്കര കെയറിങ്ങും ലവിങ്ങും. അതിലും ഭേദം അദ്ദേഹം ലുലുമാളിൽ പോയി മുണ്ടുമൊക്കെ കാണിക്കുന്നതാണ് അത്തരത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു വലിയ ട്രോളായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ഒരു ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബിഗ് ബോസിലായാലും ലാലേട്ടനോടും പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇല്ല, തികച്ച് 5 മിനിറ്റ് പോലും കണ്ടിട്ടില്ല എന്ന് പുള്ളി തന്നെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്റർവ്യൂയുടെ കാര്യം പറയുവാണെങ്കിൽ ആക്ച്വലി അത് മൊത്തം കേൾക്കണം. അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് ഒരു സ്പീച്ച് കേൾക്കുകയും അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടം തോന്നുകയും അപ്പോൾ ആ വഴി ഞാൻ കണ്ടുമുട്ടിയും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റിലേഷനിലൊരു അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫാന്റസി ലവ് സ്റ്റോറി ഒന്നും ഞങ്ങൾക്കില്ല. ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പം ലവേഴ്സ് കാണിക്കുന്ന ഒരു ലവ് ലൈഫ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഭയങ്കര ജോലിയൊക്കെ അടിച്ച് അടിയും കൂടി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത് കല്യാണത്തിലായി. വൈബർ ഗുഡ് ദേവുമായിട്ടാണോ ഒരു ഡിസ്കഷൻ ഇടയിൽ വൈബർ എന്തോ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിരി അത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പ്രഷനോട് കൂടി ചിരി അങ്ങനെയാണോ വീട്ടിലും? അങ്ങനെയാണോ? അണ്ണന്റെ ചെളി വളരെ ക്യൂട്ടാണ്. എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ് ഒക്കെ എന്തായിരുന്നു? ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു ശരിക്കും? പുള്ളിക്കാരന്റെ ഇത്രയും നാളത്തെ സ്ട്രഗിൾ, ഇത്രയും നാളത്തെ ചിന്ത, ആലോചന, സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു ഒരു താത്വിക അവലോകനം. അപ്പം എന്റെ 7th വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു ആ മൂവി. ഇതൊക്കെ ശരിക്കും ഒരു വാശിയുടെ പുറത്ത് ആണോ ശരിക്കും ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിയുടെ അത്രയും ഡെഡിക്കേഷനും ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ. എന്താണ് അഖിൽമാരാർ എന്ന വ്യക്തി അല്ലെങ്കിൽ അഖിൽമാരാർ എന്ന ഹസ്ബൻഡിനെ പറ്റി എന്താണ് കൂടുതലായിട്ട് മലയാളികളോട് പറയാനുള്ളത്? ആസ് എ ഹസ്ബൻഡ് ഭയങ്കര ലവിങ്ങും കെയറിങ്ങും സപ്പോർട്ടീവ് തന്നെയാണ്. പുള്ളിക്കാരൻ ആക്ച്വലി 2 ഫേസ് ആണ്. അപ്പോൾ ആസ് എ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ്ങും ലവിങ്ങും സപ്പോർട്ടീവ് തന്നെയാണ്. വീട്ടിൽ നല്ല ഹ്യൂമറൊക്കെ സംസാരിച്ച് ഞങ്ങൾ അടിയൊക്കെ കൂടി ഇങ്ങനെ പോകുന്നൊരു രീതിയാണ് ഞങ്ങളുടെ. പിന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പം പൊതുജനങ്ങളുടെ ഇടയിൽ പുള്ളിയുടെ ഒപ്പീനിയൻസ് ആയാലും ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ ആണെന്നാണ് പറയപ്പെടുന്നത്. അതങ്ങനെയാണ്, ആക്ച്വലി അങ്ങനെയാണ്. എന്ന് വെച്ച് അതല്ല പുള്ളിയുടെ ക്യാരക്ടർ. പുള്ളി പറയുന്ന ഒപ്പീനിയനിൽ പുള്ളിയുടെ ആശയങ്ങളുടെ മേളിലാണ് പുള്ളി അത് സ്ഥാപിക്കുന്നത്. ബിഗ് ബോസിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന്. അപ്പം ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് ആണെങ്കിൽ അഖിൽമാരാർ തന്നെയാണ്. ബിഗ് ബോസ് പുറത്ത് നിന്നൊരു അഖിൽമാരാർ അല്ലെങ്കിൽ ബിഗ് ബോസ് പോയതിനു ശേഷം എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് വന്നിട്ടുണ്ടോ? അതോ അതുപോലെ തന്നെയാണോ അകത്ത് നിൽക്കുന്നത്? അതിപ്പം ബിഗ് ബോസ് കാണുന്നവർക്ക് കണ്ടാൽ അത് മനസ്സിലാവും. പുള്ളി വീട്ടിൽ താമസിക്കുന്നത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ എങ്ങനെയാണ് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാണ്. ഹ്യൂമറൊക്കെ സംസാരിച്ച് കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ അതൊരു ഗെയിമിലോട്ട് വരുമ്പം, അതൊരു ടാസ്കിലോട്ട് വരുമ്പം, അവിടെ ശരിയുടെ രീതിയിൽ കളിച്ചു പോകുമ്പം പുള്ളി ആ പറയുന്ന അവിടെയാണ് പുള്ളി ആർഗന്റ് ആയിട്ട് മാറുന്നത്. കാരണം അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നുന്നില്ല. കാരണം ആ ഗെയിമിന്റെ ഒരു രീതി ഫെയർ ആയിട്ട് കളിക്കുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് ഫെയർ ആയിട്ട് കളിക്കുന്ന ഒരു രീതിയിലോട്ട് കളിച്ച് ജയിക്കണമെന്നാണ് പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. റൂൾ എന്ന് പറയുമ്പോൾ അപ്പൊ ആ രീതിയിൽ കളിച്ചു പോകുന്നതുകൊണ്ടാണ് ആ ഒരു ഇത്. നിങ്ങളുടെ ശരിക്കും പ്രണയവിവാഹമായിരുന്നോ അതോ? പക്കാ ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച് ലവ് എന്നൊക്കെ പറയാം. എങ്ങനെയായിരുന്നു ആ വിവാഹത്തിലോട്ട് എത്തിയത്? എങ്ങനെയായിരുന്നു? അണ്ണൻ ഫിലിം ഇൻഡസ്ട്രി വരുന്നതിന് മുമ്പേ ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് ഒരു സ്പീച്ച് കേൾക്കുകയും അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടം തോന്നുകയും അപ്പോൾ ആ വഴി ഞാൻ കണ്ടുമുട്ടിയും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റിലേഷനിലൊരു. ആ സമയത്ത് എങ്ങനെയായിരുന്നു അത്തരത്തിലൊരു പ്രപ്പോസൽ വരുന്നു? ആ സമയത്ത് എങ്ങനെയായിരുന്നു? 2 സൈഡിൽ നിന്ന് ഓക്കെ ആയിരുന്നു? അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? പുള്ളിക്കാരനെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും നല്ല താല്പര്യമായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് സ്മൂത്ത് ആയിട്ട് പോയി. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫാന്റസി ലവ് സ്റ്റോറി ഒന്നും ഞങ്ങൾക്കില്ല. ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പം
ലവേഴ്സ് കാണിക്കുന്ന ഒരു ലവ് ലൈഫ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഭയങ്കര ജോലിയൊക്കെ അടിച്ച് അടിയും കൂടി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത് കല്യാണത്തിലായി. ഈ ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ? ആ ബിഗ് ബോസിൽ കാണിക്കുന്നത് തന്നെയാണ്. ആ ഹ്യൂമറും ടോക്സും നിങ്ങൾക്ക് 2 മക്കളാണല്ലേ? അതെ അതെ. അവരെന്താ ചെയ്യുന്നത്? പ്രകൃതിയും പ്രാർത്ഥനയും. അവരിപ്പം സ്കൂളിംഗിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും. അവർക്ക് 2 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവർ അച്ഛന്റെ സെലക്ഷൻ ആണ്. മൂത്തയാളുടെ പേര് പ്രകൃതി എന്നാണ്. അപ്പം പുള്ളി പ്രകൃതിയോടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ മൂത്ത മോളുടെ പ്രകൃതി എന്ന് പേരിട്ടു. രണ്ടാമത്തെ ആള് വന്നപ്പം മഴയും നിടാനായിരുന്നു പുള്ളിയുടെ ഇഷ്ടം. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇൻകൺവീനിയൻസ് തോന്നിയതുകൊണ്ട് തന്നെ അത് എൻ്റെ സജഷൻ ആയിരുന്നു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇട്ടു. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങള് പ്രകൃതിപരമായി ജീവിച്ചൊത്തുവെങ്കിൽ ഞങ്ങൾക്ക് കൃഷിയായാലും ഇപ്പം ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിലും മീൻകുളവും ഒക്കെ ഞങ്ങൾ സ്വന്തം ഇതിലാണ്. പാവം തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഉറച്ചിരിക്കുന്നത്. അല്ലാണ്ട് നോക്കിയാൽ പുള്ളി ഒരു പാവം തന്നെയാണ്. ഭയങ്കര കെയറിങ്ങും ലവിങ്ങും. അദ്ദേഹത്തെ ഇങ്ങനെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്താൽ പെട്ടെന്ന് അതിൽ ട്രിഗറായി അതിൽ വീഴുന്ന ഒരു വ്യക്തിയാണോ? കാരണം ഇല്ല അങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ അങ്ങനെ വരുന്ന ഒരു കാര്യം. പുള്ളി ശരിയും തെറ്റും അതാണ് പുള്ളിയുടെ മെയിൻ. ശരിയാണെങ്കിൽ ശരിയിൽ തന്നെ നിൽക്കും, തെറ്റാണെങ്കിൽ അന്നേരം തന്നെ തെറ്റ്. പുള്ളിക്കാരന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനോട് മാപ്പ് പറയാനൊന്നും ഒരു മടിയും കാണിക്കുന്ന ഒരാളല്ല. പക്ഷെ ശരിയാണെങ്കിൽ ശരി തന്നെയാണ്. അഖിൽ മാരാർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോയെ പറ്റിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ബിഗ് ബോസ് എന്ന ഷോയുടെ ഏറ്റവും വലിയ ഹേറ്റർ ആണ്, അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഷോയാണ്. അപ്പോൾ അതിലോട്ട് പോകുമോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിലും ഭേദം അദ്ദേഹം ലുലുമാളിൽ പോയി മുണ്ടുമൊക്കെ കാണിക്കുന്നതാണ്, അത്തരത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയ ട്രോളായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്, ആ ഒരു ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട്. അപ്പോൾ ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബിഗ് ബോസിലായാലും ലാലേട്ടനോടും പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇല്ല, തികച്ച 5 മിനിറ്റ് പോലും കണ്ടിട്ടില്ല എന്ന് പുള്ളി തന്നെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്റർവ്യൂയുടെ കാര്യം പറയുവാണെങ്കിൽ ആക്ച്വലി അത് മൊത്തം കേൾക്കണം, അത് കട്ട് ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട് അഥവാ അങ്ങനെ ചാൻസ് കിട്ടിയ, അഥവാ പുള്ളിക്ക് പോകാൻ പറ്റിയാൽ പുള്ളി തീർച്ചയായും പോകുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പം സർവൈവ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ 4-5 ദിവസം ഇറങ്ങി വരേണ്ടി വന്ന വരികയും ചെയ്യുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫണ്ണായിട്ടാണ് എടുക്കുന്നത്, കാരണം അത്തരത്തിൽ ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ അതാണല്ലോ സോഷ്യൽ മീഡിയ ട്രോൾസ് ആണ്. വൈബർ ഗുഡ് ദേവുമായിട്ടാണോ ഒരു ഡിസ്കഷൻ ഇടയിൽ വൈബർ എന്തോ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിരി അത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു, ആ ഒരു എക്സ്പ്രഷനോട് കൂടി ചിരി. അങ്ങനെയാണോ വീട്ടിലും? അങ്ങനെയാണോ? അണ്ണന്റെ ചെളി വളരെ ക്യൂട്ടാണ്. അദ്ദേഹം ഈ ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് കുറെ കാര്യങ്ങൾ അദ്ദേഹം പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഒക്കെ വളരെ അധികം ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പൊ അതായത് അദ്ദേഹം ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലേക്ക് എത്താനായിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പല കാര്യങ്ങളും അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫിൽ നേരിട്ട കാര്യങ്ങൾ, ഇപ്പം പേരൻസിന്റെ അടുത്ത് നിന്നാണെങ്കിൽ ഇതിനൊരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവർ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലി അതിന്റെ അടുത്ത് വരെ എത്തുന്ന ഘട്ടത്തിലാണ് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഫിലിമിലോട്ട് വരുന്നത്. അപ്പം ചേച്ചിയുടെ അടുത്ത്, അതായത് ഭാര്യയുടെ അടുത്ത് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. കാരണം ആ ഒരു സപ്പോർട്ടീവ് ആയിരുന്നില്ല ആ ഒരു സമയത്തൊക്കെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഭാര്യയുടെ അടുത്ത് നിന്നും എന്തോ സംസാരം ഉണ്ടായ ആ രീതിയിലൊക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എടുത്തത്? ആ ഒരു സംഭവമൊക്കെ എങ്ങനെയാണ് എടുത്തത്? നമ്മുടെ ഇപ്പം പുള്ളിക്കാരൻ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിലും പുള്ളിക്കാരൻ്റെ ചൈൽഡ്ഹുഡും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല. വളരെ നോർമൽ ഫാമിലിയിൽ നിന്ന്, അതും പഠിക്കാനൊക്കെ നല്ല മിടുക്കൻ, എല്ലാ കാര്യത്തിലും സ്പോർട്സിലായാലും പഠിത്തത്തിലായാലും എല്ലാം മുന്നേറെ നിൽക്കുന്ന ഒരു ടോപ്പറായിരുന്നു പുള്ളിക്കാരൻ, ടോപ്പറായിരുന്നു. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്കൊന്നും ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സിനിമയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രഗിളാണ്. അതിപ്പം ഒരു കാഷ്വലി പറയുന്ന പോലെ നാളെ ആ സിനിമ എടുക്കാം, ഈ സിനിമ എടുക്കാം, അല്ലെങ്കിൽ സിനിമയെന്ന് പറയുമ്പം ഒരു ഭയങ്കര സ്ട്രഗിളാണ്. ഇപ്പം പുള്ളിക്കാരൻ വർഷങ്ങളോണ്ടും സ്ട്രഗിൾ ചെയ്ത് എത്തി നിൽക്കുന്ന ഒരു മേഖലയാണ് ഇപ്പം ഈ സിനിമ. അപ്പം അന്ന് പുള്ളിക്കാരൻ അപ്പം വീട്ടിലാണെങ്കിൽ തന്നെ ആ ഒരു പ്രഷറുണ്ട്. കാരണം ഒരു മോനാണ്, ഇപ്പൊ ഒരു ബാക്ക് ബോൺ ആണ് മോൻ എന്ന് പറയുമ്പോൾ, ഒരു വീട്ടിലെ ബാക്ക് ബോൺ ആണ്. അപ്പം നല്ല പഠിക്കുന്ന ഒരു കുട്ടി, അപ്പൊ ആ കുട്ടി പഠിത്തമൊക്കെ കളഞ്ഞ് കൈ കിട്ടിയ ജോലി PSC ഒക്കെ കളഞ്ഞ് ഒരു സിനിമയിലോട്ട് വരുമ്പം പേരൻസിനുണ്ടാവുന്ന ഒരു ദുഃഖം. അപ്പം
അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു ദുഃഖവും വിഷമവും ഈ പറയുന്ന സ്വപ്നങ്ങളൊന്നും ഫലിച്ചില്ലേ, ഇപ്പം നാളെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യചിഹ്നം വരുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ഏതൊരു ഭാര്യയും ഭർത്താവും വഴക്കിട്ടും സ്നേഹിച്ചും തന്നെയാണ് ഒരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നൊരു ഇത് തന്നെയാണ് അത്. അപ്പം നമുക്ക് സപ്പോർട്ടീവ് അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു വീട്, കുട്ടികൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അപ്പം പുള്ളിക്കാരൻ ഈ സ്വപ്നങ്ങൾ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി അതിലോട്ട് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം അതിന്റെ ഒരു വേറെ ഡിവിഷൻ എന്ന് വെച്ചാൽ തന്നെ പുള്ളി എല്ലാത്തിനും ടോപ്പറാണ്, മിടുക്കനാണ്. അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ നടക്കുന്ന ഒരാൾ നാളെ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് കാഷ്വലി കളയാം. പക്ഷെ അങ്ങനല്ല, കൈക്കിട്ട് ജോലി കളയുന്നു, പഠിത്തം ഒരു വാല്യൂ ഇല്ലാതെ വെക്കുന്നു, കൈക്കിട്ട് ജോലി കളഞ്ഞു. അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല. അപ്പം അന്ന് ജോലിയൊക്കെ ചെയ്ത് ലൈഫൊക്കെ സെറ്റാക്കി മുമ്പോട്ട് പോകാന്നൊക്കെ വെക്കുമ്പം പുള്ളിക്കാരൻ ജോലിയല്ല, സ്വപ്നമാണ് വലുത്, പണമല്ല, സ്വപ്നമാണ്, ശരികളാണ്. അതിൻ്റെ പുറകെ യാത്ര ചെയ്തപ്പം പറ്റുന്ന കൊച്ചു വെച്ച്. പക്ഷെ ഇപ്പൊ നോക്കി കാണുമ്പോൾ അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. 100% സക്സസ് ആയി ഫിലിമിൽ വന്നിട്ട്. അപ്പൊ അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് ഇപ്പം തോന്നുന്നില്ല. അത്ര ഹാർഡ് വർക്കർ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് ശരിയായിട്ടൊരു തീരുമാനം ശരിയായിരുന്നു. അതെ. ആ ഒരു ഇതിലൊക്കെ ഹാപ്പിയാണോ? പിന്നെ തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവും. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി ഈ ഒരു താത്വിക അവലോകനം, അത് കണ്ടപ്പോ എന്താ തോന്നിയത്? ശരിക്കും ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചായിരുന്നു മൂവി കണ്ടത്? അതെ, എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ആ ഒരു മൊമെന്റ് ഒക്കെ എന്തായിരുന്നു? ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു ശരിക്കും? പുള്ളിക്കാരന്റെ ഇത്രയും നാളത്തെ സ്ട്രഗിൾ, ഇത്രയും നാളത്തെ ചിന്ത, ആലോചന, സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു ഒരു താത്വിക അവലോകനം. അപ്പം എൻ്റെ 7th വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു ആ മൂവി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പഴയ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മാത്സ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറൊരു കാര്യം നമ്മൾ ബിഗ് ബോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഷോയിൽ ലക്ഷറി ടാസ്കിൽ കുറച്ച് കാൽക്കുലേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം കുറെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ബിഗ് ബോസും അവരെ കളിയാക്കുന്ന രീതിയിൽ ബിഗ് ബോസും പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അഖിൽമാരാർ മുൻപോട്ട് വന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത ഒരു ഫിഗർ പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഈ വിവാഹത്തിന് മുൻപേ ആയിരുന്നു ഈ മാസ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം +2 കഴിഞ്ഞ് കോളേജ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മാത്സ് ട്യൂട്ടർ ആയിരുന്നു. തന്നെയല്ല, പുള്ളിക്കാരൻ നല്ല മെമ്മറി പവർ നല്ലോണം ഉണ്ട്. അപ്പം ഫോൺ നമ്പേഴ്സ് ആയാലും തന്നെ ഒരു 4 to 5 ഫോൺ നമ്പേഴ്സ് വരെ പുള്ളിക്കാരൻ ഓർത്ത് വെക്കാൻ പറ്റും അറ്റ് എ ടൈം. കാൽക്കുലേഷനും മാത്തമാറ്റിക്കലി ഉള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി ഇച്ചിരി ഫാസ്റ്റാണ്. ചേച്ചി ഇപ്പൊ ഒറ്റ മകളാണല്ലോ. അതുപോലെ നേരത്തെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു മാരുതി എസ്റ്റീം കാറിന് ഫ്രണ്ടിൽ ചെന്നിട്ട് പുതിയൊരു കാർ കാണും. അദ്ദേഹം ചെന്ന് അതിൽ പിടിക്കുന്ന സമയത്ത് അതിന് ഓണർ അദ്ദേഹത്തെ തല്ലി ഓടിക്കുന്ന ഒരു അവസ്ഥ, അതൊരു അദ്ദേഹത്തിന് ഇപ്പോഴും അത് മനസ്സിലുണ്ട്, ആ ഒരു വിഷമം. അതിനുശേഷം പിന്നീട് അദ്ദേഹം ലക്ഷറി കാറുകൾ, ഈ BMW പോലത്തെ ലക്ഷറി കാറുകൾ അദ്ദേഹം സ്വന്തമാക്കുന്നു. ഇതൊക്കെ ശരിക്കും ഒരു വാശിയുടെ പുറത്ത് ആണോ ശരിക്കും ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിയുടെ അത്രയും ഡെഡിക്കേഷനും ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ. ചേച്ചി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം കാണുന്നതാണ്, അദ്ദേഹത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, കളിയാക്കുന്നു, പലതരം പേരുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം കുറച്ച് കൂടിയെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. അതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വന്നതെന്നാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, അത് തന്നെയാണ് ശരി. പുള്ളി ഒരു പാർട്ടിയുടെയും ഭാഗമല്ല. പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളിയുടെ ശരിയാണ്. ഇതൊക്കെ വെറും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയാണല്ലോ അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട്. അഖിൽമാരുടെ ആരാധകർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പൊ ഫിസിക്കലി കുറച്ച് വീക്കാണ്, അദ്ദേഹത്തിന് ബോഡി കുറച്ച് വീക്കായെന്ന് തോന്നുന്നുണ്ട്, വന്ന പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹം കുറച്ച് ക്ഷീണിതനാണ്, അത്തരത്തിൽ തോന്നുന്നുണ്ടോ? നമുക്കത് ഒരു വീക്ക്നെസ് ഫീൽ ചെയ്തു. പുള്ളിക്കാരൻ ഒരു സിമ്പിൾ ഫുഡ് ലവറാണ്. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു നാടൻ ശൈലിയാണ് ഒരു ഫുഡിന്റെ കാര്യത്തിൽ. അപ്പം ഇച്ചിരി ചോറും പുളിശ്ശേരിയും ചമ്മന്തിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയും തൈരുമാണെന്ന്. അപ്പം
നോൺ വെജ് ഫുഡിനോടൊന്നും ഇല്ല വലിയ താല്പര്യമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഹെൽത്ത് കോൺഷ്യസും കൂടിയാണ്. നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എടുത്താൽ ഓൾ സീസണിൽ എടുത്താലും നമുക്ക് കാണാൻ പറ്റും അത് 1-2 വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഷോ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയാറുണ്ട്, അതായത് ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ആർമിക്കാരൊക്കെ പറയാറുണ്ട് ഒരു രാജാവ് അതിലുണ്ടാവുന്നു. നമ്മൾ ഓരോ സീസൺ എടുത്ത് നോക്കിയാലും കാണാം. അപ്പോൾ ഫസ്റ്റ് സീസണിൽ സാബുമോൻ പേർലിമാണി, സെക്കൻഡ് സീസണിൽ രജിസാർ വന്നിട്ടുണ്ട്, രജിത് കുമാർ, തേർഡ് സീസണിൽ മണിക്കുട്ടൻ, സായി വിഷ്ണു, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കിയാലും ഡോക്ടർ റോബിൻ, അതുപോലെ തന്നെ ബ്ലസ്ലി, അങ്ങനെ 1-2 വ്യക്തികളിലേക്ക് ഈ ഷോ കേന്ദ്രീകരിച്ച് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് അത്തരത്തിലൊരാളെ കണ്ടെത്താനുള്ള ഒരു ഇതിലായിരുന്നു പ്രേക്ഷകർ. അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിലാണ് പെട്ടെന്ന് അഖിൽമാരാർ എന്നൊരു ഉദയം അവിടെ ഉണ്ടാകുന്നതും അവരുടെ രാജാവിനെ കിട്ടി ആ ഒരു തരംഗം അഖിൽമാരാർ ഇതിൽ വിന്നറാവും ആ ഒരു ഇതിലേക്കൊക്കെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു പോയത് അല്ലേ, ആ ഒരു എപ്പിസോഡ് എയറിലായതിനു ശേഷം. അപ്പോൾ അത് കണ്ടപ്പോൾ ഒക്കെ എന്താ തോന്നുന്നേ? അതിപ്പോ ഒരു ഓൺഗോയിങ് ഷോ ആയതുകൊണ്ട് ഞാൻ അതിൽ കമന്റ് പറയുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് അവോയ്ഡ് ചെയ്യാം. എങ്കിലും ഇപ്പൊ അദ്ദേഹം ആയിരിക്കും ഇതിലിപ്പോ വിന്നർ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളതെന്ന് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. കാരണം ഒറ്റ എപ്പിസോഡ് കൂടിയാണ് ആ ഒരു അഭിപ്രായമൊക്കെ മാറുന്നത്. അതായത് അവർക്ക് കിട്ടേണ്ട ഒരു ബിഗ് ബോസ് സീസൺ 5 മലയാളം ഒരു രാജാവ് അവർക്ക് കിട്ടി. ആ രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളും പോസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും സന്തോഷം തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അഖിൽമാരാർ, അല്ലെങ്കിൽ വിഷമത്തോടെ കരഞ്ഞ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന അഖിൽമാരാറെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് വന്നിട്ട് നേരത്തെ ഒരു വീക്കിനിടയിൽ ഒരു നടന്ന സംഭവം, അദ്ദേഹം ഒരുപാട് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡ് സെക്കൻഡ് ഡേയിലും അദ്ദേഹത്തിനെ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം ആകെ തളർന്നു പോയി, മെന്റലി ഡൗൺ ആവുന്നു. അദ്ദേഹം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കരഞ്ഞിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു? വിഷമം പുള്ളിക്കാരന്റെ ഇമോഷൻ പുറത്തു വന്നതാണ്. അപ്പം അതാ പറഞ്ഞ റിയൽ ആണ്. ഇപ്പൊ എന്തായാലും ചേച്ചിക്ക് അദ്ദേഹം വിന്നറായിട്ട് തന്നെ വരും തന്നെയാണോ പ്രതീക്ഷ? എനിക്ക് എന്റെ അണ്ണൻ വിന്നർ തന്നെയാണ്. അങ്ങനെ തന്നെ വരട്ടെ പ്രതീക്ഷിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ബാക്കിയെല്ലാം ജനങ്ങളുടെ. അഖിൽമാരാരെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ സാധിച്ചതിലും ജനങ്ങളുടെ പിന്തുണ കിട്ടിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇനി മുമ്പോട്ട് ശരിയാണെന്ന് തോന്നിയാൽ പുള്ളിക്കാരൻ്റെ ഓരോ ഒപ്പീനിയനും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ ശരിയെന്ന് തോന്നിയാൽ തീർച്ചയായും ഇനിയും പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിനും നമുക്ക് ഈ ഇന്റർവ്യൂ അനുവദിച്ചതിനും കാരണം താങ്ക് യു സോ മച്ച്. അദ്ദേഹം വിന്നറായിട്ട് തന്നെ ഇവിടേക്ക് തിരിച്ചു വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.